യാതൊരു സത്യവും ഇല്ല. ഇത് എവിടുന്ന് കിട്ടിയ അറിവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ചിരി വരുന്നു ഇത് കേട്ടിട്ട്. ഞാനിതൊന്നും ഈ സോഷ്യൽ മീഡിയ അധികം നോക്കാറില്ല. കാരണം അനാവശ്യമായിട്ടുള്ള മോശം ഭാഷയിലൊക്കെയുള്ള കുറേ കമൻസൊക്കെ വരുന്നതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാറേയില്ല. ഈ അഖിൽമാരാരെ പറ്റി ഇങ്ങനെ കേട്ടറിവേ ഉള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും അഖിൽമാരാരെ പറ്റി നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ അറിയാമായിരിക്കുമല്ലോ. കൊച്ചു പയ്യനാണ്, എവിടെയായിരുന്നു, എങ്ങോട്ടൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. എന്തായാലും അഖിൽമാരാർക്ക് പാർട്ടിക്കാരാരെങ്കിലും CPMകാരോ എഴുതി കൊടുത്ത വിവരങ്ങളാണോ ഈ പറയുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്നെ അല്പമെങ്കിലും അറിയാമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിലും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇങ്ങനെ ഒരു കമൻറ്റോ പറയത്തില്ല. കാരണം അത് അവനോനെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അഖിൽമാരാർ എവിടെയായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോയി, എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അഖിൽമാരാർക്ക് മാത്രം അറിയാവുന്ന കാര്യം, എനിക്കറിയുന്ന കാര്യമല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞ്, മുഖ്യമന്ത്രിയെ കാണാനെന്ന് ബാലഗോപാൽ സാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പാർട്ടിക്കാരി അല്ലെന്ന് പറയരുതെന്ന് പറയും. അത്രയേ ഉള്ളൂ. കാരണം അല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ദോഷമാവുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, ഞാൻ അതെല്ലാം ഓൾറെഡി വിവരിച്ച് കഴിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു കുറേ കാലം MLA ഒക്കെ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതികളിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പേരൊക്കെ എഴുതി വെച്ച് ഒന്ന് കൺസിഡർ ചെയ്യാമല്ലോ അവിടെ ഇരുന്ന. കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി നിന്ന ഒരാളായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം. അതാണോ ഈ ചെറുപ്പക്കാരനെ ചൊടിപ്പിച്ചത് ഇങ്ങനെ പറയിക്കാൻ കാരണം, അതോ എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് അയാൾ നടത്തിയത്? ഇതൊരു ഗൂഢാലോചന തന്നെയായിരിക്കും, സംശയമേ ഇല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ CPM തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 15 കൊല്ലം MLA എന്നൊക്കെ പറഞ്ഞ് അല്ല ജില്ലാ പഞ്ചായത്ത്, അതിൽ 5 വർഷം പ്രസിഡൻറ്റിന്, പുള്ളിക്ക് എന്തറിയാം? 2005 വരെയുള്ള സമയം മാത്രമേ ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നുള്ളൂ. ഒരു ടേണ്, പിന്നെ 6 മാസം. ഇതൊന്നും അറിയാൻ വയ്യാതെ ചുമ്മാ ആരോ എഴുതി കൊടുത്തത്. ഇത് ഗൂഢാലോചന തന്നെയാണ്. ഇത് അഖിൽമാരാറിന് എന്നെ പറ്റിയോ എൻ്റെ ചരിത്രമോ ഒട്ടും അറിയാത്ത ആളാണ്. ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അഖിൽമാരാർ എന്താ ചെയ്തതെന്ന് അഖിൽമാരാർ ചിന്തിച്ചാൽ ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഐഷ പോറ്റിയെ അറിയാം, എന്താണെന്നുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അറിയാം. അതൊക്കെ എത്ര വർഷം കൊണ്ടേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും അറിയാം. പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കാൻ ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ലത്. അതിനകത്തൊരു പോറ്റി എന്നൊരു പരാമർശം കൂടെ നടത്തി. അതൊക്കെ ഒരു മോശമല്ലേ? ഒരു പോറ്റിയേക്ക് അങ്ങനെ വന്നപ്പോൾ അടുത്ത പോറ്റി വേണ്ട, ആരാണ് അഖിൽമാരാരോട് പറഞ്ഞ്? അഖിൽമാരാരിന് എവിടെ നിന്ന് കിട്ടിയ ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അത് എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യും. അല്ല, അതെന്താ ഞാൻ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് അതൊരു മോശമായ പരാമർശം, പച്ച കള്ളം ഇങ്ങനെ പറയരുത്. എന്നെ ബന്ധിക്കുന്നതോ എന്നോട് ആരെങ്കിലും പറഞ്ഞതോ ഒന്നുമല്ല ഇത്. ബാലഗോപാൽ സാവൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ കാണും, പോകുന്നൊന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. അതുമായിട്ട് ഈ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമല്ലേ, സത്യമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമല്ലേ പറയും. ഒരിക്കലും ഒരു കാര്യം പോലും, ഒരു വാക്ക് പോലും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അവർ പാർട്ടിക്കാരാരോടോ പറഞ്ഞ് പരത്തുന്നതാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. ഒരിക്കലും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഒരു ദിവസം കണ്ടിരുന്നപ്പോൾ പറഞ്ഞ ക്രൂഷ്യൽ ടൈമാണെന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ കാര്യമെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നോട് ഒരു കാര്യങ്ങൾ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ പറഞ്ഞെന്ന് പറയണം. അഖിൽമാരാറിന് എവിടുന്ന് കിട്ടി ഇങ്ങനെയൊക്കെയുള്ള വിവരം? അത് ആരോ എഴുതി കൊടുത്ത് പറയിപ്പിക്കുക തന്നെയാണ്. ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗൂഢാലോചന തന്നെയാണെന്നുള്ളതിന് ഒരു സംശയമില്ല. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ NDAയിലേക്ക് കുറച്ച് പേര് പോയല്ലോ. അതിനെ സംബന്ധിച്ച് ഒരു രാജേന്ദ്രൻ പോയിട്ട് യാതൊരു ചർച്ചയില്ല. അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് CPMൻ്റെ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് അഖിൽമാരാരെ കുറേ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് എഴുതി കൊടുത്ത് അത് പറയിപ്പിക്കുക. അല്ലാതെ അഖിൽമാരാറിന് എന്നെക്കുറിച്ച് ഒരു കാര്യം അറിയാമെങ്കിൽ ഇങ്ങനെ എഴുതത്തില്ല, ഇങ്ങനെ പറയത്തുമില്ല. ഇത് എവിടെ നിന്ന് കിട്ടിയ ഊരം? എനിക്കറിഞ്ഞുകൂടാത്ത ഊരം. ദേവസ്വം പ്രസിഡൻ്റ് ആക്കുന്നു എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ, സൂചിപ്പിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ അഖിൽമാരറിയത് പറയുന്നത്? അപ്പം അത് പോറ്റി എന്നുള്ള എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് എന്തെങ്കിലും കണക്ട് ചെയ്ത് ഒരാളെ പറ്റിച്ചു, ചതിച്ചു, വഞ്ചിച്ചു. ഞാൻ ഇന്ന് വരെ ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടുമില്ല. എങ്ങനെയാണ് കോൺഗ്രസ്സിലേക്ക് എത്തിയെന്ന് കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും.
എങ്ങനെയാണ് കോൺഗ്രസ്സിലേക്ക് പോകാൻ തീരുമാനം? CPM-ൽ നിൽക്കാനേ പറ്റില്ല. എത്ര പേരാണ് പൊഴിഞ്ഞു പോകുന്നത്? ഞാൻ മാത്രമല്ലല്ലോ. സഹിക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിലേക്കാണ് CPM പോകുന്നതെന്നുള്ളതുകൊണ്ട് മടുത്തിട്ടാണ് എല്ലാവരും. അപ്പോൾ അതിന് റെസ്റ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ട് ഒരു ന്യായം പറഞ്ഞങ്ങ് മാറി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറൊരു കാര്യമല്ല അത്. അതൊന്നും അഖിൽമാരാർ അറിയേണ്ട കാര്യമല്ല. അഖിൽമാരാറിന് അറിയാവുന്നതോ ഒന്നും അല്ലാതെ ആരോ പറഞ്ഞത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയാണ്. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഖിൽമാരാരെ ഒരു ഉപകരണമാക്കിയിട്ട് എന്നെ ഒട്ടും അറിയാത്ത അഖിൽമാരാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതിപ്പിച്ച് പോവുകയാണ്. ഇത് പുറത്തു വരും, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും വല്ല പക്വതയുണ്ട്. ഇങ്ങനെ വിളിച്ചു പറയുമോ? കോട്ടാത്തലക്കാരനാണെന്ന് എനിക്കറിയാം. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ഈ കമൻസൊക്കെ ഇതിനകത്തൊക്കെ കാണാം. കോൺഗ്രസിനെ ആയാലും അല്ലെ CPM-നെ ആയാലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓരോരുത്തരെ ഇങ്ങനെ കുറ്റം പറഞ്ഞൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ, ഒരുപാടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണും ഇയാൾ കൊട്ടാരക്കര സ്ഥാനാർത്ഥിയാവുമെന്നൊക്കെ കേട്ടുള്ളതല്ലാതെ എനിക്കൊന്നും അറിവില്ല. അതാണ് ഇത് വേറും പച്ചക്കള്ളം എന്ന് പറയുന്നത്. ഒരു സത്യത്തിൻ്റെ കണിക പോലും ഇതിനകത്തില്ല. പണം കൊടുത്ത് പർച്ചേസ് ചെയ്താണോ അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കത് പറയാൻ അറിഞ്ഞുകൂടാ. ഇയാളിപ്പം ഇന്നലെ എങ്ങാണ്ട് 2020 ചേർന്നെന്നല്ലേ പറഞ്ഞു. നേരത്തെ കോൺഗ്രസ്സിലായിരുന്നു, പിന്നെ NDAക്ക് BJPക്കൊപ്പം പോയതായിട്ട് പോലെ പോസ്റ്റൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് വാർത്തകളിലൊക്കെ. അത് കഴിഞ്ഞ് ഇപ്പോൾ 2020 പോയി. അപ്പോൾ ഇത് എന്താണ്, ആരാണ് കാല് മാറുന്നത്? ഉറപ്പായിട്ടും പറയും. ഞാൻ ഇന്ന് തന്നെ ശ്രദ്ധപ്പെടുത്തും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെയുള്ള കള്ള ആരോപണങ്ങൾക്ക് എന്തിന് റെസ്പോണ്ട് ചെയ്യണമെന്നും തോന്നിപ്പോവും. എന്തിനു റെസ്പോണ്ട് ചെയ്യുന്ന? സത്യമായിട്ടൊരു ബന്ധമില്ല. ഈ നാടിന് മുഴുവൻ പേരിൻ്റെ കൂടെ അതൊരു ആക്ഷേപം തന്നെയാണ്. അത് ഒരു പോറ്റി എന്നുള്ള പേര്, അത് പണ്ട് എൻ്റെ പാർട്ടി ഇട്ട എൻ്റെ അച്ഛൻ എനിക്ക് ഐഷ എന്ന് മാത്രമേ പേരിട്ടിട്ടുള്ളായിരുന്നു. അത് വയലാറിൻ്റെ ഐഷയോടുള്ള ഒരു പണ്ട് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐഷ പോറ്റി എന്ന് പേരിട്ടത് പാർട്ടി തന്നെയാണ്, ഞാൻ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അപ്പം എന്തായാലും ആ പോറ്റിന്നൂടെ ചേർത്ത് പറയുമ്പോൾ അതിനകത്തൊരു ദ്വയാർത്ഥം, എന്തോ ഒരു മോശമായ ഒരു കാര്യം കൂടി അതിനകത്ത് ധ്വനി വരുന്നുണ്ട്. കാരണം ഒരു പോറ്റി മാറിയപ്പോൾ പിന്നൊരു പോറ്റിയെ ഇതൊന്നും എനിക്കറിയ പോലും ഇല്ലാത്ത കാര്യം. ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. സത്യമായ കാര്യം, വേറും കള്ളം പറയാണ്. എനിക്ക് സത്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണിത്. ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യം അഖിൽമാരാരെ പോലെ ഒരു ചെറുപ്പക്കാരന് വളരെ ദോഷം ചെയ്യും. നല്ലൊരു ഭാവി ഉണ്ടാവണേ ഇമാതിരി കാര്യങ്ങൾ എവിടുന്നേലും കേട്ട് ആർക്കെങ്കിലും വേണ്ടി ഇങ്ങനെ വിളിച്ചു പറയാതിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് ആ മോനോട് സ്നേഹത്തോടെ ഒരു അമ്മ എന്നുള്ള നിലയിൽ പറയാനുള്ളൂ. അത് തന്നെയാണ് ഇപ്പം മനസ്സിലാവുന്നത്. കാരണം പുള്ളിക്ക് അറിഞ്ഞുകൂടാത്ത സത്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. ഐഷ പോറ്റി എന്തായിരുന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാമല്ലോ. അതൊന്നും അറിയാത്ത ഒരാൾ വേറെ ഏതോ രാജ്യത്തുനിന്ന് വന്ന് ഇറങ്ങി പറഞ്ഞ പോലെയുണ്ട് ഇപ്പോൾ അഖിൽമാരാരുടെ പോസ്റ്റും അഖിൽമാരാരുടെ പ്രസ്താവനയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.